ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എബി ബേബി. ഡോൾഫിൻ ഐബിയുടെ ഡോങ്കി ഫാമിലെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത്. അതായത് ഇന്ത്യയിലെ പയനീർ ഡോങ്കി ഫാമാണ് ഡോൾഫിൻ ഐബിയ ഡോങ്കി ഫാം. ഇത് കേരളത്തിൽ എറണാകുളം ജില്ലയിൽ രാമമംഗലത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോയാൽ, ഞാൻ ബാംഗ്ലൂരിൽ പഠനശേഷം ജോലിയിൽ ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന കാലം അനേക ഹൈ പ്രൊഫൈൽ ആളുകളെ കണ്ടുമുട്ടി അവരിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾ, അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾ, അതായത് എത്ര ചെറിയ ജീവികളാണെങ്കിലും അതിനകത്തു നിന്നും വിലയുള്ള അമൂല്യ വസ്തുക്കൾ പുറത്തെടുക്കുകയാണ്. അതായത് വാല്യൂ അഡീഷൻ അതിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോകത്തിൻ്റെ നന്മയ്ക്ക് ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് ഇതിനകത്തേക്ക് മാറാനുള്ള കാരണം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് കമ്പ്യൂട്ടർ സയൻസും അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എങ്ങനെ ഇതിനകത്ത് എത്തിപ്പെട്ടു? ഇതിൻ്റെ എല്ലാം അടിസ്ഥാന ഭാഗങ്ങൾ ഒന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഈ ഭൂമിയിൽ നടക്കുന്നു. ഈ ഭൂമിയിൽ അഴുകിയ പുല്ല് പശു കഴിച്ച് ആ പശുവിൻ്റെ പാലിൽ നിന്ന് അമിനോ ആസിഡ്സ്, അതായത് ഈ അഴുകിയ പുല്ലിലുള്ള അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിലെത്തുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. അതായത് പലതിൽ നിന്ന്, അതായത് ഈ ഭൂമിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് വേണ്ടിയ നന്മയ്ക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ബ്യൂട്ടിക്ക് വേണ്ടിയുള്ള, ശരീരത്തിന് പോഷകത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ക്ലാസിക് ഉദാഹരണമാണ് ഡോൾഫിൻ ഐബിയ ഡോങ്കി ഫാമിൽ നിങ്ങൾ കാണുന്നത്. അതായത് ഇത് നമ്മുടെ ഡോങ്കീസാണ്, എൻ്റെ ബാക്കിൽ കാണുന്നത്. അതിനകത്ത് ഫ്രഞ്ച് ഡോങ്കീസ് ഉണ്ട്, ദെൻ ഇന്ത്യൻ ഡോങ്കീസ് ഉണ്ട്, ദെൻ ഗുജറാത്തി ഹലാരി ബ്രീഡുണ്ട്. അതിനെല്ലാം നമ്മൾ ക്ലോസപ്പ് ആയിട്ട് കാണിക്കും. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഡോങ്കി ഫാമിൽ നിന്ന് ഇതിൻ്റെ മിൽക്ക് പ്രോഡക്ട്സിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇതുപോലത്തെ 10 ക്രീമുകളാണ് ഞങ്ങളുടെ പ്രത്യേകത. അതായത് ഫാമിംഗ് ടു ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ആ സൈക്കിൾ ഇവിടെ കംപ്ലീറ്റ് ആവുന്നു. അത് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യപ്പെടാനുള്ള ഏക കാരണം. അതായത് ബൈബിൾ പറയുന്നുണ്ട്, ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബിന് 1000 പെൺകഴുത ഉണ്ടായിരുന്നു. ഇത്രയും കഴുതകളെ വളർത്താനുള്ളതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായി അറിയാം. അങ്ങനെയെങ്കിൽ 1000 പെൺകഴുതകളെ വളർത്തണമെങ്കിൽ തീർച്ചയായും അത് പാലിന്റെ ഉപയോഗത്തിനായിരുന്നു. അങ്ങനെയെങ്കിൽ ഏത് കാലത്തും എക്കണോമി, അതായത് സാമ്പത്തിക രംഗം തിരിച്ചുകൊണ്ടിരുന്നത് ഈ അമൂല്യമേറിയ ഈ കഴുതപ്പാലിന്റെ മൂല്യവർധന പ്രോഡക്ട്സിൽ നിന്ന് ഡെഫിനറ്റായിട്ടും ആയിരിക്കും എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഈ 2020ലും ഡോങ്കി മിൽക്കിന്റെ ഫ്രീസ് ഡ്രൈഡ് ഡോങ്കി മിൽക്കിന്റെ പ്രോഡക്ട്സുമായിട്ട് ഞങ്ങൾ മുന്നേറാനുള്ള കാരണം. അതായത് ഇന്ന് പകലിൽ നിങ്ങളുമായി ഞങ്ങളുടെ ചിന്തകൾ പങ്കുവെക്കുമ്പോൾ ഇതിനകത്ത് ഞങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. ഇത് ഫാം മാത്രമാണ്. ഇതിനകത്തുനിന്ന് മാറി 1 കിലോമീറ്റർ അകലെയായിട്ട് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അതായത് ഡ്രഗ്സ് കൺട്രോളർ ലൈസൻസോടുകൂടിയൊക്കെ ഉള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് ഡൊമസ്റ്റിക് സെയിലിനും ഇന്റർനാഷണൽ സെയിലിനും ഒക്കെ ഉള്ള ലൈസൻസ് ഉള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന, പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന, നല്ല മൂല്യവർദ്ധിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നല്ലൊരു ലാബറട്ടറിയും ഒപ്പം തന്നെ ഞങ്ങളുടെ കീ പീപ്പിളും, അതായത് കഴുത മാത്രമല്ല അതിനോടനുബന്ധിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സിസ്റ്റം ഉള്ളതുകൊണ്ടും, ഒരു നല്ല GMP ഗുഡ് മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉള്ളതുകൊണ്ടും ആണ് ഞങ്ങൾ ഇങ്ങനെ നല്ല ക്വാളിറ്റി ഏറിയ മൂല്യവർദ്ധിത സൗന്ദര്യ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള കാരണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കൃഷി മാത്രമായിട്ടല്ല, അതിൻ്റെ ഒപ്പം തന്നെ, കൃഷിയുടെ ഒപ്പം തന്നെ നല്ലൊരു സംരംഭകത്വം കൂടെ ചേർത്ത് ഇണക്കിയിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ നിൽക്കുന്നത്. ഇതിനകത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരാദ്യമേ പഠിച്ചിരിക്കേണ്ട കാര്യം കഴുതപ്പാലിൻ്റെ ഗുണങ്ങളാണ്. അതായത് മനുഷ്യരുടെ പാലിന് ഓൾമോസ്റ്റ് ക്ലോസസ്റ്റ് ആയിട്ടുള്ളത് കഴുതയുടെ പാലാണ്. അത് തന്നെയുമല്ല, 2 ഫാറ്റി ആസിഡ്സ് പശുവിൻ്റെയും ആടിൻ്റെയും മനുഷ്യരുടെയും അല്ലെങ്കിൽ എരുമയുടെയും ഒന്നും പാലിലില്ലാത്ത
ഫാറ്റി ആസിഡ്സ് ഇതിനകത്തുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് നിങ്ങളുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അനേകർ ഡോങ്കി മിൽക്കിലേക്ക് വരണം, അല്ലെങ്കിൽ ഡോങ്കി മിൽക്ക് ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട്. അതായത് അക്രോസ് ഇന്ത്യ, തമിഴ്നാട്, തെലങ്കാന, അല്ലെങ്കിൽ കർണാടക, ആന്ധ്ര, ഇങ്ങനെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് മാത്രമല്ല, ഈവൻ UP, അവിടെ നിന്നെല്ലാം എനിക്ക് കോളുകൾ കിട്ടാറുണ്ട്. അതായത് ഡോങ്കി മിൽക്കിനെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ ഡോങ്കി മിൽക്ക് ഉൽപ്പാദിപ്പിക്കണം, ഡോങ്കി മിൽക്ക് എടുക്കണം. നല്ല കാര്യം തന്നെ. പക്ഷേ ഒരു ഫാമിന് മാത്രമൊന്നുമല്ല ഇന്ത്യയിൽ സാധ്യതകളുള്ളത്. അതുകൊണ്ട് അനേകർക്ക് വരാം. പക്ഷേ അവർക്കൊരു നല്ല റേഞ്ച് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ മൂല്യവർദ്ധിത പ്രോഡക്ട്സുകൾ ഇതിനകത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടണം. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. ഡിസൈൻഡ് ഫുഡിലും അല്ലെങ്കിൽ ബ്യൂട്ടി പ്രോഡക്ട്സിലും ഇതിന് നല്ലൊരു സ്കോപ്പാണുള്ളത്. ഇന്ന് നമ്മൾ ഡോങ്കികളെ അടുത്ത് അറിയാൻ പോകുകയാണ്. അതായത് ഡോങ്കി ഫാമും അല്ലെങ്കിൽ ഡോങ്കീസിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പലരും ധരിക്കുന്നത് ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഘടകമാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഡോങ്കി പാല് തരും എന്നുള്ള രീതിയിൽ അവരിതിനകത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡോങ്കി അതിൻ്റെ അടുത്തേക്ക് അത്ര ക്ലോസ് ആയിട്ട് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി ഘടകങ്ങളുണ്ട്. അതായത് അതിൻ്റെ പരിപാലന രീതി, ആ മൃഗത്തെ മനസ്സിലാക്കി അതിൻ്റെ ആഹാര രീതി, അതായത് ആഹാര രീതി മാത്രമല്ല വളർത്തുന്ന രീതി എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ വരുന്നത് ഫ്രഞ്ച് ഡോങ്കീസ് ഉള്ള ഈ ഷെൽട്ടറിലേക്കാണ്. ഇത് ബിക്കാനീറിൽ നിന്ന് കൊണ്ടുവന്ന ഡോങ്കികളാണ്. ഈ ഡോങ്കികളുടെ പ്രത്യേകത, ഇവർ നല്ല ഹൈറ്റ് ഉള്ളവരാണ്. ഇപ്പോ എൻ്റെ കൂടെ ഉള്ളത് ഇത് റാണിയാണ്. റാണി 8 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞു ഡോങ്കിയാണ്. പക്ഷെ ഏതാണ്ട് എൻ്റെ അരയ്ക്ക് മുകളിൽ ഹൈറ്റ് ഉണ്ട്. അങ്ങനെയുള്ള ഇപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് ബോബനാണ്. ബോബനും ഏതാണ്ട് 9 മാസം പ്രായമുള്ള ഒരു കുട്ടിയാണ്. പക്ഷേ അവരൊക്കെ നല്ല ഹൈറ്റൊക്കെ ആയി, കണ്ടോ, ഏതാണ്ട് എൻ്റെ അരയ്ക്കൊക്കെ മേളിൽ ഈ ഹൈറ്റിൽ വരെ ആയവരാണ്. അതായത് വലിയ ഡോങ്കീസ് ആണെന്ന് ചുരുക്കം. അങ്ങനെയെങ്കിൽ സാധാരണ ഒരു ഇന്ത്യൻ ഡോങ്കിയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ നല്ല ഹൈറ്റും നല്ല വെയിറ്റുമുള്ള ഹെവി ആളുകളാണ്. അതായത് ഇന്ത്യയിൽ ഇവരെ കൊണ്ടുവരുന്നത് ശരിക്കും സൈന്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഗവൺമെന്റിന്റെ ഫാമുകളിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ റിസർച്ച് സെന്ററിൽ നിന്ന് നമ്മൾ ഓപ്ഷനിലൊക്കെ എടുത്തുകൊണ്ട് വന്ന ഡോങ്കീസാണ് എൻ്റെ കൂടെ കാണുന്ന ഈ ഡോങ്കീസ്. ഞാൻ പിന്നത്തേതിൽ ഇവരുടെ ക്ലോസർ പിക്ചർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പരിപാലന രീതി, ഇപ്പൊ ഇത് നിൽക്കുന്ന ആ ഫ്ലോർ എല്ലാം നോക്കിയാൽ അറിയാം റബ്ബർ മാറ്റിലാണ്. അവരുടെ ഹൂഫ് നന്നായിരിക്കണം. ദെൻ അവരുടെ റെസ്റ്റ് ചെയ്യാനുള്ള ഇടം, ഫീഡിങ്ങിനുള്ള ഇടം ഒക്കെ നന്നായിരിക്കണം. അതിനുവേണ്ടി എന്നെ സഹായിക്കുന്ന എൻ്റെ കൂട്ടുകാരുണ്ട്. അതായത് ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു അധ്വാന രീതിയാണ് ഇവിടെ ഉള്ളത്. അതായത് ഇത് അഭിലാഷ്, ഒരു ഹായ് പറഞ്ഞാലേ. ഹായ്. ഇത് അഭിലാഷ്. ഞാൻ ജോബിയെ കാണിക്കുന്നുണ്ട്. അതായത് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോ ഒന്നും പെട്ടെന്ന് ഇതിനകത്തേക്ക് ഇറങ്ങി അതിൻ്റെ രീതികളിൽ ഇൻവോൾവ് ആവാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളെ ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ ഡോങ്കീസിന്റെ പരിപാലന രീതിയിലേക്ക് വരികയാണ്. അതിന്റെ ഫുഡാണ് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു 2 ഏക്കർ പുരയിടത്തിൽ ഫുള്ള് ചുറ്റും മുഴുവൻ പുല്ല് പിടിപ്പിച്ച്, അതായത് CO3 പുല്ലും ഒപ്പം അതിനു വേണ്ടിയ ഫീഡുകളും കൊടുത്തിട്ടാണ് നമ്മൾ ഇവരെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഫുഡ് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. തീറ്റ ഒട്ടും കുറയാൻ പാടില്ല. അപ്പോൾ
ഗ്രീൻ ഫോഡറിന്റെ ഒപ്പം, അതായത് പച്ച ഇലയുടെ ഒപ്പം തന്നെ ഡ്രൈ ഫോഡറും വൈക്കോല് പോലെയുള്ള ഘടകങ്ങളും ഉണ്ടായിരിക്കണം അതിന്റെ കൃത്യമായ അനുപാതത്തിൽ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഡോങ്കീസിനെ ശരിയായി പരിപാലിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സോളിഡ് ഫുഡുകളും, അതായത് റാഗി, മുതിര, ദെൻ കടല, അതേപോലെയുള്ളതൊക്കെ. പക്ഷെ ആ അനുപാതം കൂടിപ്പോയി കഴിഞ്ഞാൽ ലാമിനേറ്റീസ് പോലുള്ള അസുഖങ്ങളുണ്ടാവും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഡോങ്കി എന്റർപ്രൈസിൽ, അതായത് ഇതൊരു സംരംഭമാണ്. ഇത് നല്ല രീതിയിൽ ആളുകൾക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിന്റെ കാരണം ഇതിനകത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നല്ല മിൽക്ക് തന്നെ. അപ്പോൾ ഞാൻ പറയും ഇതെന്റെ പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു സംരംഭമാണ്. അതായത് പ്ലാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഡിസൈൻഡ് ഫുഡിലേക്കാണ് നമ്മൾ പോകാൻ പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നിയമങ്ങൾ വെച്ച്, FSSAIയുടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ട് അതിനകത്തേക്ക് പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതിനകത്തേക്ക് ഇപ്പൊ പെട്ടെന്ന് വരാത്തത്. പക്ഷെ പിന്നത്തേതിൽ നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങാനായിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ ഈ പ്ലാൻ ബിയിൽ ഇതിന്റെ കോസ്മെറ്റിക് സൈഡാണ് ഞങ്ങൾ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡോങ്കി മിൽക്ക് ബേസ്ഡ് ക്രീംസ് എല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അത് തന്നെയല്ല, സ്കിന്നിന്റെ ആ ഫെയർനെസ് നിങ്ങൾക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ആന്റി ഏജിങ്ങിന് ഇത് നല്ലതാണ്. അത് മാത്രവുമല്ല, സയന്റിഫിക്കലി നിങ്ങളുടെ ബ്ലഡിലുള്ള T സെല്ലിനെ അത് റെഗുലറൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയ എല്ലാ ശരീരത്തിന്റെ സ്കിന്നിന് അല്ലെങ്കിൽ സ്കിൻ സംബന്ധിച്ച കാര്യങ്ങളിലെല്ലാം അതിന് ഓട്ടോ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ അലർജി, ആ സൈഡിൽ സ്കിൻ അലർജികളും അല്ലെങ്കിൽ സ്കിൻ ഇഷ്യൂസും ഉള്ളവരൊക്കെ ആണെങ്കിൽ അതിനകത്ത് നിന്ന് നല്ലൊരു റെമഡിയാണ് ഈ ഡോങ്കി മിൽക്കിന്റെ ഉൽപ്പന്നങ്ങൾ. ഒത്തിരി ആളുകൾ ഈവൻ സോറിയാസിസ് പോലുള്ള അസുഖങ്ങളിലുള്ളവരും അല്ലെങ്കിൽ എക്സീമ പോലെയുള്ളവരും ഒക്കെ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പ്രോഡക്ട്സ് കൊണ്ട്, അത് സ്കിൻ ക്രീമാണ്. ഞങ്ങൾക്ക് ഡോൾഫിൻ IBA സ്കിൻ ക്രീം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റ് കൊണ്ട് ഒത്തിരി പേര് ആശ്വാസം കണ്ടെത്തുന്നതായിട്ട് ഞങ്ങൾക്ക് ടെസ്റ്റിമോണിയൽസ് അല്ല. നിങ്ങൾ ആമസോണിലെ ഞങ്ങളുടെ പ്രോഡക്ട്സിന്റെ റിവ്യൂസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഉപയോഗിച്ച് ഉപഭോക്താവിന് 3-ാം ദിവസം തന്നെ നല്ല റിസൾട്ട് കിട്ടി എന്ന് പറയുന്ന റിവ്യൂസ് ഒക്കെ ഉണ്ട്. പറഞ്ഞു വരുന്നത്, ഫാമിംഗ് ടു ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇതിനകത്ത് ഇത്രയും നല്ല രീതിയിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, ആരെങ്കിലും ഡോങ്കി മിൽക്ക് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ ഡിസ്കറേജ് ചെയ്യല്ല. പക്ഷെ അതിലും നല്ലത് ഈ എടുക്കുന്ന ഡോങ്കി മിൽക്ക് അതിന്റെ ഗുണത്തോടെ, അതിന്റെ പൂർണ്ണ ഗുണത്തോടെ, അതായത് അതിന്റെ നാച്ചുറൽ പ്രോപ്പർട്ടീസ് പോവാതെ, അതിൽ നഷ്ടമാകാതെ അതിനെ എടുത്ത് പ്രോസസ് ചെയ്ത് കൊണ്ടുപോകുന്നതിലുമാണ് നിങ്ങളുടെ പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഫോക്കസ് ഇരിക്കേണ്ടത്. കാരണം എപ്പോൾ അതിന്റെ ഗുണം നഷ്ടപ്പെടുമോ പിന്നെ നമ്മളത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ മാർക്കറ്റിൽ, ഇന്റർനാഷണൽ മാർക്കറ്റിൽ നെയിം സേക്കിന്, പേരിന് മാത്രം ഉള്ള ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇറങ്ങാൻ കാരണം ഡോങ്കി മിൽക്കിന്റെ പേരുമുണ്ട്, എന്നാൽ ഫലത്തിൽ അതുകൊണ്ട് വലിയ പ്രയോജനമില്ലാത്ത പ്രോഡക്ട്സ് ആയിട്ട് പലതും കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി ഇത് വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. നമ്മൾ ആക്ച്വലി പറഞ്ഞുകൊണ്ടിരുന്നത് ഡോൾഫിൻ IBA ഡോങ്കി ഫാമിനെ കുറിച്ചാണ്. അതായത് ഇതിനകത്ത് ഫാമിംഗ് പ്ലേ ചെയ്യുന്ന ഒരു ചെറിയൊരു റോള് മാത്രമേ ഉള്ളൂ, ഒരു 10% റോൾ. ബാക്കിയെല്ലാം ഇതിന്റെ ടെക്നോളജി സൈഡാണ്. അതായത് ഇവിടെ നിന്ന് മിൽക്ക് കളക്ട് ചെയ്ത് അതിന്റെ ലാബിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പ്രോസസ്സിംഗ് തുടങ്ങുക. അതിന്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഫ്രീസ് ഡ്രൈയിങ്. അതായത് മിൽക്ക്
ഡ്രൈ ചെയ്യാനായിട്ട് പല ഇത് ഇന്ന് അവൈലബിൾ ആണ്. പക്ഷെ എന്നാലും കോമൺ ആയിട്ടുള്ളത് സ്പ്രേ ഡ്രൈയിങ്ങും ഫ്രീസ് ഡ്രൈയിങ്ങുമാണ്. ഒത്തിരി ആളുകൾ ഫോളോ ചെയ്യുന്നത് സ്പ്രേ ഡ്രൈയിങ് ആണ്. കാരണം ഫ്രീസ് ഡ്രൈയിങ് എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഫ്രീസ് ഡ്രൈയിങ്ങിന്റെ പ്രത്യേകത അതിന്റെ നാച്ചുറൽ പ്രോപ്പർട്ടീസ് പോവാതെ നഷ്ടമാകാതെ ഇരിക്കുന്ന നല്ലൊരു ഇതാണ് ഫ്രീസ് ഡ്രൈയിങ്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഫ്രീസ് ഡ്രൈയിങ് ആണ്. സോ ഫ്രീസ് ഡ്രൈ ചെയ്ത ഡോങ്കി മിൽക്ക് തിരികെ ലാബിൽ വീണ്ടും അതിൻ്റെ കെമിസ്റ്റുകളുടെ കൈകളിലൂടെ അത് പോയി പല രീതിയിലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചാണ് നമ്മൾ അത് ചെയ്യുന്നത്. അതിനകത്ത് മുഴുവൻ ടെക്നിക്സും ടെക്നോളജികളും മാത്രമാണ് നമ്മുടെ പ്രോഡക്ട്സിനെ ഇത്ര മനോഹരമാക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇടം കണ്ടാൽ അറിയാം. അതായത് ഇവിടെ ഇതിന് നടാനുള്ള പുല്ലെല്ലാം കുഴിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇത് തുടങ്ങി. ഒപ്പം തന്നെ എൻ്റെ സൈഡിലുള്ള പുല്ലുകൾ വലിയ വളർന്നു നിൽക്കുന്ന വലിയ പുല്ലുകളാണ്. അതായത് ഇതിൻ്റെ ഫീഡിൽ നിന്നാണ് എന്താണോ നമ്മുടെ ഇൻപുട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുമല്ലോ ഡെഫിനറ്റായിട്ടും നമ്മുടെ ഔട്ട്പുട്ട്. അതായത് മനുഷ്യനും ഡോങ്കിയും തമ്മിലുള്ള പ്രത്യേകത നമ്മൾ വ്യത്യാസം എടുത്താൽ അതിൻ്റെ ഇൻഡസ്റ്റൈനിൽ ആക്ച്വലി 27 അടിയാണ് മനുഷ്യന്റെ ഇൻഡസ്റ്റൈൻ്റെ നീളം. വേറെ ഡോങ്കിയുടെ ഇൻഡസ്റ്റൈൻ്റെ നീളം 90 ഫീറ്റാണ്. പറഞ്ഞു വരുന്നത് വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, B12, ദെൻ ട്രേസ് എലിമെന്റ്സ് ലൈക്ക് മഗ്നീഷ്യം, സിങ്ക്, ഫോസ്ഫറസ്, പിന്നെ മിനറൽസ് എല്ലാമുള്ള ഈ ഡോങ്കി മിൽക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് അതിന് വേണ്ടിയ ഒത്തിരി ഇൻപുട്ടുകൾ വേണം. അതിന് പ്രധാനപ്പെട്ടത് അതിൻ്റെ ഗ്രീൻ ഫോഡർ. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനത്തെ അതായത് നല്ല പരിപാലന രീതിയിലുള്ള പുല്ല് ഒരിക്കലും അവഗണിച്ചുകൂടാത്തതാണ്. സോ ഇതൊരു ഫുൾ ടൈം കഴിക്കുന്ന, അതായത് 24 hours വേണമെങ്കിൽ ഇവയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. കാരണം കഴുത അല്ലെങ്കിൽ ഡോങ്കി മോണോഗ്യാസ്ട്രിക് അനിമലാണ്. അതായത് ഹ്യൂമൻ സ്റ്റൊമക് സിസ്റ്റം പോലെ തന്നെ. സോ അതിനുവേണ്ടി ഇവിടെ അതിൻ്റെ പണി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും എൻ്റെ സ്നേഹിതൻ ജോബി ഒരു ഹായ് പറഞ്ഞേ. ജോബി. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു നല്ല സഹകരണത്തോടെ അല്ലെങ്കിൽ ഒരു നല്ല സമർപ്പണത്തോടെയുള്ള ഒരു അധ്വാനശീലം ഇതിന്റെ പുറകിലില്ലെങ്കിൽ, അധ്വാനിക്കുന്ന ഒരു പാറ്റേൺ ഇതിന്റെ പുറകിലില്ലെങ്കിൽ ഡോൾഫിൻ IBA ഡോങ്കി ഫാം എന്ന് പറയുന്നത് ഒരു വിജയകരമായ പരിപാടി ആവത്തില്ലായിരുന്നു. പറഞ്ഞു വരുന്നതിന്റെ കാരണം എൻ്റെ മാത്രം അധ്വാനമല്ല, നമ്മുടെ പലരും ചേർന്നുള്ള അധ്വാനമാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ലാബിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും ആ മിൽക്ക് പ്രോസസ്സ് ചെയ്ത് ഫ്രീസ് ഡ്രൈ ചെയ്തെടുത്ത് അതിനെ അടുത്ത സ്റ്റേജുകളിൽ പോയി പല രീതികളിലുള്ള ടെക്നോളജീസ്, അതായത് ഞങ്ങളൊരു കൊറിയൻ സമാന്തര ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ക്രീം ഇത്ര എഫക്റ്റീവായിട്ട് സ്കിന്നിൽ ഇത് പ്രയോജനപ്പെടുത്തുന്നത്. സോ ഞാൻ പറയും ഡോൾഫിൻ IBAയുടെ പ്രോഡക്ട്സ് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുക. ആമസോണിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാനുള്ള അവസരമുണ്ട്. ആമസോണിൽ റിവ്യൂസ് നോക്കുക. ഒപ്പം തന്നെ dolphinIBA.com പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഡക്ട്സ് വാങ്ങാൻ പറ്റും. ഇവിടെ നിന്നാണ് പുറത്തേക്കൊക്കെ ഉള്ള, അതായത് ഇന്ത്യ പോസ്റ്റിന്റെ ഷിപ്പിംഗ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആക്ച്വൽ ഷിപ്പിംഗ് കോസ്റ്റ്, അതായത് എത്രയാണോ അത് ചെറിയൊരു എമൗണ്ട് ആണ്. റീസണബിളി കമ്പാരിറ്റീവ്ലി എന്താ പറയുക, അത് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ടാരിഫാണ് ഇന്ത്യ പോസ്റ്റിന്റെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആയതുകൊണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റീച്ച് ആവാനും ഒക്കെ നല്ല ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അതായത് ഡിസ്പാച്ച് സൈഡിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ അവസരം പ്രയോജനപ്പെടുത്താം. ഡോൾഫിൻ IBAയുടെ ഏറ്റവും പ്രീമിയം ക്രീമുകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ആളുകൾ ചൂസ് ചെയ്യുന്നത് ഫെയർനെസ് ക്രീമും സ്കിൻ ക്രീമും ഫേംനെസ് ക്രീമും ഫേഷ്യൽ കിറ്റും ഒക്കെയാണ്. പിന്നെ ഇലൂമിനയും അതുപോലെ തന്നെ ഡോങ്കി മിൽക്കിന്റെ ഷവർ ജെൽ ഷാമ്പൂ ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ
ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ഞങ്ങളെ വ്യൂ ചെയ്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ ബന്ധപ്പെടണമെങ്കിൽ dolphiniba.com വെബ്സൈറ്റിൽ വന്നാൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനുള്ള അവസരം ഉണ്ടായിരിക്കും. ഫോൺ നമ്പറുകൾ 7392929243. നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാവുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ അവൈലബിൾ ആയിരിക്കും. അതായത് നമ്മൾ രാവിലെ 2 നേരം രാവിലെയും വൈകിട്ടും പല്ല് തേക്കുന്ന പോലെ, അതായത് അതിനെ ഒരു ഒരു റുട്ടീനാക്കി എടുത്തേക്കുന്ന പോലെ ഒരു സ്കിൻ റൂട്ടീനാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പേര് അങ്ങനെ അതിനകത്തേക്ക് ആയിട്ട് അതിന്റെ പ്രയോജനം അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് അവരവരുടെ അപ്പിയറൻസിലും അവരുടെ ബ്യൂട്ടിയിലും അവരുടെ സ്കിൻ കെയറിലും ഒക്കെ അവർ അനുഭവിക്കുന്ന കാര്യം ഞങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സേവനം നിങ്ങളുടെ നല്ല രീതിയിലുള്ള സ്കിൻ കെയറിനും അല്ലെങ്കിൽ സൗന്ദര്യ സംരക്ഷണത്തിനും ഉപയോഗിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ സപ്പോർട്ട്. എല്ലാത്തിനും നന്ദിയുണ്ട്. അപ്പോൾ ഞാനിവിടെ സൈൻ ഓഫ് ചെയ്യുന്നു. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. aby@abybaby.com, അതായത് aby@abybaby.com എന്ന ഇമെയിൽ ഐഡിയിൽ ഞാൻ അവൈലബിൾ ആയിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.